പാലക്കാട് ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് കൗൺസിലർ പ്രക്ഷോഭുമായി തെളിവെടുപ്പിന് പോലീസ്. യുവതിയുടെ പരാതിയിൽ പറയുന്ന പാലക്കാട് നഗരത്തിലെ ഹോട്ടലിലും ജില്ലാ ആശുപത്രി പരിസരത്തും പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇതിനായി റിമാൻഡിലുള്ള പ്രക്ഷോഭിനെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷയും പോലീസ് ഉടൻ സമർപ്പിക്കും. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് അഭിജിത്ത്, എന്താണ് പോലീസിന്റെ നീക്കം? എവിടെയൊക്കെ തെളിവെടുപ്പ് നടത്തും? ഗുഡ് മോർണിംഗ്. 2 മാസമാണ് പ്രക്ഷോഭ് വത്സൻ ഒളിവിൽ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതിന് പിന്നാലെ ഇയാൾ കോടതിയിലെത്തി കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായുള്ള അപേക്ഷ അടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം കോടതിയിൽ നൽകും. ഇതിൽ പ്രധാനമായും 2 ഇടങ്ങളിൽ എത്തിച്ച് പ്രക്ഷോഭവുമായി തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതിലൊന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്ന പാലക്കാട് നഗരത്തിലെ ഹോട്ടലാണ്. മറ്റൊന്ന് ജില്ലാ ആശുപത്രി പരിസരത്തും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഏതായാലും വലിയ വിവാദങ്ങൾക്ക്, വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടൊരു കേസ് കൂടിയായിരുന്നു പ്രക്ഷോഭ് വത്സന്റേത്. ജോലി വാഗ്ദാനം ചെയ്ത് പ്രക്ഷോഭ് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ യുവതി നൽകിയ പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് SC/ST വകുപ്പൊക്കെ ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ പാർട്ടി ഇയാളെ പുറത്താക്കിയിരുന്നു. പക്ഷേ ഇയാൾക്ക് കോൺഗ്രസിൽ നിന്ന് തന്നെ സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം. ഇയാൾ ഏറെ നാൾ, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മാസക്കാലത്തോളമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. അതിന് പിന്നാലെ ഇയാൾ കോടതിയെ സമീപിക്കുന്നു, ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. പിന്നാലെയാണ് ഇയാൾ ഹൈക്കോടതിയെയും സമീപിച്ചത്. ഹൈക്കോടതിയും ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ തന്നെ എത്തി കീഴടങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും അടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. പ്രക്ഷോഭിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.